നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 229ാമത്തെ എപ്പിസോഡാണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ലോകപ്രശസ്ത നർത്തകി, ഭരതനാട്യ നർത്തകി മാളവിക സരുക്കായിയെ കുറിച്ചിട്ടാണ്. ലോകത്ത് ലണ്ടനിലും ഫ്രാൻസിലും സ്വിറ്റ്സർലൻഡിലും അങ്ങനെ നിരവധി രാജ്യങ്ങളിൽ നമ്മുടെ കലയെ വളർത്താനും പ്രോത്സാഹിപ്പിക്കാനും വേണ്ടി അക്ഷീണം എന്നുവെച്ചൊരു വലിയ ഡാൻസ് ഇവിടെ ഞാൻ കാണുന്നതും ഇവിടെ പ്രോഗ്രാം കാണുന്നതും ഒക്കെ സൂര്യയിൽ വെച്ചിട്ടാണ്. മേക്കപ്പ് ഇല്ലാതിരുന്നാൽ ഒരു സാധാ സ്ത്രീ, മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഒരു സ്വർഗതുല്യമായ അനുഭൂതി വരുത്തുന്ന മുഖവും മുഖകാന്തിയുമുള്ള ഭാവങ്ങൾ മിന്നിത്തെളിയുന്ന ഒരു നർത്തകി. ഓരോരുത്തരെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഓരോ തോന്നലുകളാണ്. അവരുടെ നൃത്തത്തെ എങ്ങനെയാണ് വിലയിരുത്തുക എന്ന് ചോദിച്ചാൽ നാട്യശാസ്ത്രം എഴുതിയ ഭരതമുനിയോട് തന്നെ ചോദിക്കണം. അത്രമാത്രം ഹൃദയതുല്യമായി അല്ലെങ്കിൽ ചടുലതയോടെ താളലയത്തോടെ ഓരോ ചുവടുവയ്പ്പുകളും നമ്മൾ കണ്ടിരുന്നു പോകും. അത്ര ഭാവസുന്ദരവും നയനസുന്ദരവുമായിട്ടുള്ള ഒരു നർത്തന രീതിയാണ് വിദുഷി മാളവിക സരുക്കായിയുടേത്. അവരെക്കുറിച്ച് ഇന്ത്യ ഗവൺമെൻറ് തന്നെ സമർപ്പണം എന്ന പേരിൽ ഒരു ഫിലിമും നിർമ്മിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ പ്രതിനിധിയായി ലണ്ടനിലും ഫ്രാൻസിലും സ്വിറ്റ്സർലൻഡിലുമൊക്കെ അവർ നൃത്തരൂപങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്ന ഇന്നും അവരുടെ അന്നത്തെ ആ പ്രകടനം മനസ്സിൽ ഓർത്തു വരികയാണ്. അത്ര ഭാവസുന്ദരവും തീവ്രവുമായ നാട്യപ്രകടനം അവരെക്കുറിച്ചിട്ടാണ് ഈ എപ്പിസോഡിൽ ഞാൻ നിങ്ങളോട് പറയുന്നത്. ഒരു വലിയ കലാകാരി, അത്രമാത്രമേ ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നുള്ളൂ.